ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പോൾ 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തം ഇത് ഫുള്ള് നെയ്ക്കകത്ത് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് ക്യാഷു നമുക്കൊന്ന് വറുത്തെടുക്കാം. ക്യാഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കോരി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ നെയ്ക്കകത്ത് ഫുള്ളായിട്ട് ചെയ്യാം, അല്ല വെജിറ്റബിൾ ഓയിലിനകത്ത് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു, ഒരു 10 മണി കുരുമുളക്, 3 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 സവാള, മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിനകത്തോട്ട് ഒരു 2 പച്ചമുളകാണ്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം അതിനകത്ത് പൊട്ടിച്ചെടുക്കാൻ മറന്നുപോയി കേട്ടോ. നല്ല ജീരകമാണ്. അപ്പം നമ്മൾ ആദ്യം ക്യാഷു വറുത്തതിന് ശേഷം നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കണേ. ഇതിപ്പം ഞാൻ രണ്ടാമത് അത് കഴിഞ്ഞ് മറന്നുപോയി, അത് കഴിഞ്ഞ് ഓർത്തത്. അപ്പം ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ഒരു പകുതി വഴന്ന് വരുമ്പോഴത്തേനും നമുക്കിതിനകത്തോട്ട് ഒരു 4 തക്കാളി, സവാള എത്ര എടുക്കുന്നോ അതിൻ്റെ ഡബിൾ എടുക്കണം തക്കാളി കേട്ടോ. അപ്പോൾ തക്കാളി റൈസ് ആണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരും കേട്ടോ. ആ ഒരു പാകത്തിന് വേണം നമുക്ക് തക്കാളി തയ്യാറാക്കി എടുക്കാനേ. ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന തക്കാളി എല്ലാം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവം, വെള്ളത്തിൻ്റെ അംശം കുറച്ച് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും, 1/4 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടിയും, ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം, അത്രയും സമയം ഒന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുത്തരിച്ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുത്തരിച്ചോറിന് പകരം പച്ചരിയുടെ ചോറോ അല്ലെങ്കിൽ ബാസ്മതി റൈസോ ജീര റൈസോ ഒക്കെ ചേർത്ത് കൊടുക്കാമെന്നാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുത്തരിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് ആ ചോറ് പിടിച്ച് വരണം. ഒത്തിരി അങ്ങ് ഇളക്കി കുഴച്ച് കളയല്ലേ, ഒന്ന് സാവധാനം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ക്യാഷു ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാഷും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം.
അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ. താങ്ക് യു.